ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ പാർലമെന്ററി സംയുക്ത സമിതിക്ക് വിടാമെന്ന് കേന്ദ്രം പറഞ്ഞിരിക്കുന്നു. ബില്ല് അവതരണാനുമതിക്ക് വേണ്ടി നടത്തിയ വോട്ടെടുപ്പിൽ 269 എംപിമാർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ എതിർത്ത് വോട്ട് ചെയ്തവരുടെ എണ്ണം നമുക്ക് അബ്ദുൾ റഷീദിനോട് തന്നെ ചോദിച്ചറിയാം. ഇത്തരം വിശദാംശങ്ങളൊക്കെ തീർച്ചയായും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന ബിജെപി അംഗങ്ങളോട് ബിജെപി വിശദീകരണം തേടുകയും ചെയ്തിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. മാത്രമല്ല ഇത്തവണത്തെ ആദ്യത്തെ ബില്ല് കൂടിയാണ്. എന്തായാലും അബ്ദുൾ റഷീദ് തയ്യാറാണല്ലേ? അബ്ദുൾ റഷീദ്, സ്വാഭാവികമായും 3/2 ഭൂരിപക്ഷം വേണം ബിൽ പാസ്സാകണമെങ്കിൽ. അതിന്റെ നടപടിക്രമങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ബില്ലിന് അവതരിപ്പിക്കാനായിട്ടുണ്ട് പാർലമെന്റിൽ. എങ്ങനെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ? അസിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ബില്ലിന് അനുമതി നിയമമായി വരണമെങ്കിൽ പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്തു വേണം ഇതിന് ബില്ലായി അനുമതിയും ഒപ്പം നിയമമായി വരുന്നതിനും. എന്തായാലും ബില്ല് നേരത്തെ അവതരിപ്പിക്കുമെന്ന കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ. അതിന്റെ ഭാഗമായി തന്നെ വലിയ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തെ വകവെക്കാതെയാണ് കേന്ദ്രം ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബില്ല് അനുമതിക്ക് വേണ്ടി നടത്തിയ വോട്ടിങ്ങിൽ 269 എംപിമാരും അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തു. അതോടൊപ്പം 198 എംപിമാർ ഇതിനെ എതിർത്തുകൊണ്ടാണ് വോട്ട് ചെയ്തത്. പക്ഷേ ഈ എതിർപ്പിനൊക്കെ തന്നെയും വകവെക്കാതെയുള്ള ഒരു നീക്കമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ വലിയ രീതിയിൽ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന രീതിയിലുള്ള നിലപാടിലേക്കാണ് കേന്ദ്രം കടക്കുന്നതെന്ന പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും, പ്രത്യേകിച്ചും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും സമാജ്വാദി പാർട്ടികളൊക്കെ തന്നെയും ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി. സഭയിലും വലിയ രീതിയിൽ പ്രതിപക്ഷം ഇതിനെ തുടർന്ന് ബഹളമുണ്ടാക്കി. പക്ഷേ ഈ ബഹളത്തെ ഒന്നും വകവെക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സഭാ അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. ഇതിന് ബില്ല് അവതരിപ്പിക്കുന്നുള്ള അനുമതി പൂർണ്ണമായും നൽകുന്ന ഒരു സമീപനമാണ് ലോക്സഭ സ്പീക്കറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെയും ഈ പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും സംസാരിക്കുന്ന സമയത്തിൽ ഇടപെടുന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ഈ സ്പീക്കർ കടന്നിരുന്നു. പക്ഷേ ഈ സമയത്ത് അതിനെ ഏതെങ്കിലും തരത്തിൽ തടയാനോ മറ്റോ ശ്രമം നടത്തിയില്ല. കാരണം ഇത് തീർച്ചയായിട്ടും ഈ ബില്ല് അവതരിപ്പിക്കണമെന്ന ഒരു ലക്ഷ്യം സഭാ സ്പീക്കർക്കും ഉണ്ടായിരുന്നു എന്ന ആരോപണം ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഭൂരിപക്ഷ വോട്ടെടുപ്പിനെ തുടർന്ന് ബില്ല് സഭയിൽ അവതരിപ്പിച്ചു. ഇനി ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് സമർപ്പിക്കണമെന്ന് നേരത്തെയും ഈ ബില്ല് അവതരിപ്പിക്കുന്നത് മുമ്പ് തന്നെയും എതിർത്തുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളൊക്കെ തന്നെയും വ്യക്തമാക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ബില്ല് ലോക്സഭയിൽ നിന്ന് ബില്ല് വോട്ടെടുപ്പോടെ പാസ്സാക്കി അതവർ JPCക്ക് വിടാമെന്ന് തൽക്കാലം സമ്മതിച്ചിട്ടുണ്ട്. ഇനി അത് രാജ്യസഭയിൽ വരണം. വലിയ എതിർപ്പ് ഇപ്പോൾ തന്നെ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചു തന്നെയാണ് പ്രതിപക്ഷമുള്ളത്.